കാട്ടിൽ പോകാറുണ്ടായിരുന്നു. കാട്ടിൽ പോകാൻ തേനൊക്കെ എടുക്കാനൊക്കെ. തേനെല്ലാം ഇപ്പം പോകാനില്ല. മുന്നേ കാട്ടിലേക്ക് പോയി ഇഞ്ചി എടുക്കും, മഞ്ച, തേന്. ഏത് സമയത്ത് പോകുന്നു? അത് വെടിയാൽ 7 മണിക്ക് പോകും. രാവിലെ രാവിലെ 7 മണിക്ക് പോയാൽ അപ്പം നമ്മൾ ചോലയ്ക്ക് പോയിട്ട് തേനെടുത്തിട്ട് പിന്നെ കശങ്ക് കല്ലി പിന്നെ ഇന്നിട്ട് പിന്നെ വൈകുന്നേരം 6 മണിക്ക് ഇങ്ങോട്ട് വരും. വന്ന് ഇപ്പോൾ തേന് കിടച്ചാൽ ഈ ഗവൺമെൻറ് സൊസൈറ്റി വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കിയത്. ആ സൊസൈറ്റിക്ക് കൊടുക്കും, പൈസ തരും. എങ്ങനെ അന്നൊക്കെ തേൻ എടുത്തോണ്ടിരുന്നു? അന്നത്തെ തേൻ ചുമ്മാ മരത്തിൽ പോയി നല്ല പിടിച്ചെടുക്കും. 10 കുട 20 കുട 30 കുട എടുക്കും. ഇപ്പോൾ 2 കുട കിട്ടുകാക്ക് വയ്ക്കും. ഇപ്പോൾ ഈ ആൾക്കാരുടെ തപ്പിൽ എല്ലാം കുറവായി വന്നു. കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയും ഇപ്പോൾ കുറവായി. ഇല്ലപ്പന നമ്മുടെ ഒരാൾക്ക് വീടിൽ 50 ചട്ട് 100 ചട്ട് 20 ചട്ട് 10 ചട്ടിനെല്ലാം ഉണ്ടാവും. ഈ ധാന്യ തോമര, അമര, വാര, റായി, ചാമ, ഈ ചോളക എല്ലാ തേന എല്ലാം ഉണ്ടാവും. ഇപ്പം ഇത് കെടുത്തതാറ് ആകാശം എന്നാന്ന് சொன்னால் വന്ന് അകടിക്കപ്പം ചെയ്യുന്നു. ഒരു ചലം പിടിക്കുക അവരെടുത്ത പണി. ഇവർ എപ്പോഴും ഏറോട്ടിയോ കുന്തലി കൊണ്ട് ബമ്മിട്ടി കൊണ്ട് കൊത്തി അളക്കി വെള്ളം പോട്ടെടുക്കുക പറ. ഇതേ മടിയനാക്കുന്നത് ആകാശക്കാർക്കാണ്. അപ്പോൾ ഈ സ്ഥലമുള്ളവരും കൃഷി ചെയ്യുന്നില്ല. സ്ഥലമുള്ളവരും വിട്ട് സ്ഥലം ഇല്ലാത്തവരും വിട്ടു. അപ്പോൾ അതോടെ ആകാശം പോയി, ഇവർക്ക് ദരിദ്രം വന്നു. ഇപ്പം ഗവൺമെൻറ് അരിച്ചില്ലേ 2 മാസമൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും മറിച്ച് പോകും. പിന്നെ ഇല്ലേ ആളില്ലേ. അന്ന് ഈ കൃഷിപ്പണിയൊക്കെ നടക്കുമ്പോൾ നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ്. നല്ല പാട്ട് പാടും, നല്ല പച്ചണ മരുന്നടിയിട്ട ചോറും. അതിനെ വന്നിട്ട് കരുമന്തി, കല്ലാട്, ഉടുമ്പ്, കീരി, ഒരു വവ്വാലുണ്ട്. ഇത് ഒരു 5 വയസ്സിൽ ആ തിന്നിട്ട് ചേറൻ്റെ ഗോണി, ചീര, കടുക്, പിന്നെ മത്ത, മുരുങ്ക ഇങ്ങനെ ഇല വെത്ത് കറി വെത്ത് ഇത് തിന്ന് കഴിഞ്ഞാൽ നമുക്ക് സീക്ക് പിന്നെ വരണമെന്ന് ചെന്നാൽ അമ്മയ്ക്ക് കേൾക്കണം. ആശുപത്രി പോകണ്ട. ഇപ്പം ഇവിടെ ഇതിപ്പോൾ ഇന്ന് പെറ്റ ഉടനെ ആശുപത്രി, കാലം പെറ്റ ഉടനെ ആശുപത്രി. അന്ന് 12 കുട്ടികൾ 15 കുട്ടികൾ 20 കുട്ടികൾ ഒരു പെണ്ണെടുത്താറ് ഒന്ന് ആശുപത്രി പോയിട്ടില്ലേ. അവർ തന്നെ പെറ്റും പെരുകി പോയി. ഒരു വേറെ കേട്ടില്ലേ, ഒരാളെ അർത്ഥം എടുത്തിട്ടില്ലേ, ഒരു മോശക്കേട് വന്നിട്ടില്ലേ. ഇപ്പം ഒരു കുട്ടി പിറന്താൽ ഒരാളെ, 2 കുട്ടി പിറന്താൽ 2 ആളെ. ഇപ്പം അങ്ങനെയാപ്പോൾ. അപ്പം അതുകൊണ്ടിട്ട് നാടെല്ലാം നയിച്ചു പോയിട്ട് ഈ കോറയും ചാമരായി ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഉള്ളക്കിരി തിന്ന് വരുമ്പോൾ ഒരു കുട്ടികളും മറപ്പായിട്ടില്ലേ. അവനക്ക് കടവൾ മരിക്കും ടൈം വന്നാൽ മരിക്കും. അത് പിന്നെ ആരും തടിച്ച് നിൽക്കില്ല. പിന്നെ അങ്ങനെ ചീക്ക് വന്നിട്ടില്ല. ഇപ്പം തൊട്ട ചീക്ക്, തൊട്ട ആശുപത്രി, തൊട്ട ചീക്ക്, പിന്നെ എവിടെ നല്ല ഇങ്ങനെ ആയിപ്പോയി. ഞാൻ സർക്കാർ ഇപ്പം പറയണത് ഇത് എത്രയോ കോടി പണം വരുന്നത്. ഈ കോടിപ്പണം ഒരു ആദിവാസി ഒരു ഉരുള മുഴുവൻ കഴിക്കുക. ഒരു 1 ലക്ഷം വർഗക്കാർ 2 ലക്ഷം വർഗക്കാർ 10 പൈസ കിട്ടില്ല. വേറെ അവർക്ക് പാത്ത് ഗവൺമെൻറ് പാത്ത് ഏതോ ഒരു കാടുകളൊക്കെ 2 ഏക്കർ തെന്നം ഇവർക്ക് പണം കൊടുക്കണ്ട. ഈ 2 തെന്നമ്പിള്ളെ കമുങ്ക് അത് ഇത് വെച്ച് കൊടുത്താൽ ഒരു കാലത്ത് അവരെന്നെ ജീവിപ്പാറ്. ഇത് പണം പോയി, ഇവിടെ കിട്ടാനുമില്ല. അത് ഉദ്ദേശമാർ ആറ് ചെന്നിട്ട് പോകും, ഒരാൾ കിട്ടിയില്ല. ഇപ്പോൾ ഇത് 90 കോടിയോ എന്തോ വന്നിരിക്കും കാറ് ഇത് വ്യവസായിക്ക് വേണ്ടി. അത് ആ പണം എവിടെ പോകുന്നു? ഇവർ വ്യവസായം പണില്ല, ഒരു ചുക്കും പണില്ല, പണം പോകാതില്ല. പണ്ട് കാലത്ത് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഇവർ പിറേ പുകലും പിടിച്ചിട്ട് ചുമ്മാ തിന്നിട്ട് ഇരിക്കുമ്പോൾ ഇവർ ആട് പേടിയാണ് പാട്ട് പാടി സത്തം. നമ്മുടെ പണം செத்து കഴിഞ്ഞാൽ இதுக்கு ஒரு ദിവസം 2 ദിവസം നാളെ ആടും. ഈ പാട്ട് പാടി
കൊട്ടും കൊട്ടി പാടും. ഏത് പിന്നെ ഒന്നല്ല. വരൾച്ച സമയത്തൊക്കെ പാട്ട് പാടി അങ്ങനെ എന്തെങ്കിലും ചടങ്ങൊക്കെ നടത്താറുണ്ടോ? ഇല്ല, ജലമൊന്നും പ്രീതിപ്പെടുത്തും അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. അതില്ല. മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആരാധനകളൊക്കെ അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. ഇവിടെ ഇല്ലെന്നോ അതോ മൊത്തത്തില്ല. ഇല്ല. മഴ താ വരും, താ പോവും, മഴ പെയ്യും. അതിനെ പുറത്ത് പാട്ടോ ആട്ടോ ഇല്ല. ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടോ അതോ പഠനം വഴിക്ക് വെച്ചിട്ട്? അതല്ല, കുട്ടികളെ പഠിക്കാൻ പോകാനുണ്ട്. അല്ല, പണ്ടൊക്കെ പഠനം 5-6 ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അന്നത്തെ പഠിപ്പ് വേറെ. ഇന്നിപ്പോൾ പോകാനുണ്ട്. അന്ന് 4ാം ക്ലാസ് പഠിത്തുന്ന ഒരു കളക്ടർ വില കിട്ടും. ഇന്ന് BA പഠിച്ചാൽ ഒരു വില കിട്ടും. ഇന്ന് പഠിക്കാൻ ശരി, ചുമ്മാ വീട്ടിൽ ഇരിക്കാൻ ശരി. അന്ന് 4ാം ക്ലാസ് പഠിത്തിരുന്ന ഒരു കളക്ടർ ജോലി കിട്ടും. മണ്ണാർക്കാട് ഒരാളുണ്ട് 4ാം ക്ലാസ് പഠിത്തതാണ്. എത്ര വരെ പഠിച്ചു? ഞാൻ പഠിപ്പില്ല. ചുമ്മാ വരും. ഞാൻ പഠിപ്പില്ലാതെ പുതൂർ പഞ്ചായത്ത് ഒരു 30 വർഷമായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റായി. അപ്പോൾ ആ 25 വരെ ഞാൻ വോട്ടിട്ട് വാങ്ങി. ഇന്ദിരാഗാന്ധി അമ്മ 5% നീട്ടി വിട്ടു. വോട്ട് എടുക്കണ്ട, അയാൾക്ക് അങ്ങനെ തന്നെ വോട്ടെടുത്ത് പോകണം. അങ്ങനെ 30 കൊല്ലമായിരുന്നു. ഞാൻ പാത്ത അളവിൽ ഒരാൾ തട്ടിപ്പ് വെട്ടിപ്പ് നടക്കുന്ന, ആ തട്ടിപ്പ് വെട്ടി നടക്കുന്ന പേര് ഒന്ന് കൈ വരല്ലേ, ഒന്ന് കാല് വരല്ലേ, ഒന്ന് നോവായി, എത്ര കോടി പണം സമ്പാദിച്ചത് എല്ലാം ചിലവായി. എന്നെ ചൊല്ലിട്ട് ഇത്ര കൊല്ലം എന്തിനാ? എൻ്റെ ഒരു കാരണവൻ പറഞ്ഞു, ഒരുവൻ്റെ മുതൽ വാങ്ങണ്ട, വാങ്ങി തിന്നാൽ അത് നമുക്ക് പിടിക്കും. നിനക്കൊരു നാൾ അരി, ഒരു നാൾ കോര കിടന്ന അതൊക്കെ അരക്കിക്കുടി, നിൻ്റെ കാലം എപ്പോഴും പോയി ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കിടക്കുന്നു ലോക. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലേ. കാശിട്ടില്ലാതെ ശരിക്കും ഗവൺമെൻറ് തന്നെ അവർ ശരിക്കും ഈ ആദിവാസി നന്നാക്കണം ചെന്നാൽ അവൻ്റെ കാടൊക്കെ അവർ തന്നെ 2 ഏക്കറോ 3 ഏക്കർ ഈ തെന്നമ്പുള്ളി മറ്റോ മറിച്ചത് വെച്ച് കൊടുത്താൽ ഒരു വേള നന്നാവും. അത് നന്നാവും. ഏത് അത് കളവില്ലേ? അയ്യോ പാട്ട് കിട്ടിയില്ല. അത് തൊണ്ടയും പറഞ്ഞില്ല, പാട്ടും പറഞ്ഞില്ല. എനക്ക് മലേശ്വര ഉന്ന നബീന മലേശ്വര നാം രക്കേമോ മലേശ്വര എന്നെ നമ്പീരേ മലേശ്വര നാം രക്കേമോ. അത് ഈ തൊണ്ട പറഞ്ഞില്ലേ, എന്ത് ചെയ്യാം?